UDFന് ജീവൻ മരണ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. മൂന്നാം തവണയും ഭരണം നഷ്ടമായാൽ UDF സംവിധാനം തന്നെ തകരുന്ന അവസ്ഥയുണ്ടാവാം. കെ സുധാകരൻ പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പ് തോറ്റാൽ തിരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്ന VD സതീശൻ മാത്രമാവില്ല രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകുന്നത്. UDF സംവിധാനം മൊത്തത്തിൽ രാഷ്ട്രീയ വനവാസത്തിലാവും പോവുക. UDFിലെ പ്രമുഖ ഘടകകക്ഷികൾ പോലും പാളയം വിട്ടു പോകുന്ന അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് തന്നെ ഏതു വിധത്തിലും ഭരണം പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് UDF നടത്തുന്നത്. ഏതു വിധത്തിലും മൂന്നാം ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറങ്ങിയിട്ടുള്ള LDFന് അനുകൂലമാണ് നിലവിലെ സ്ഥിതിഗതികൾ. UDFനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ലക്ഷ്യമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് പറയാതെ പറഞ്ഞു കഴിഞ്ഞു. 60 സീറ്റുകൾക്കപ്പുറം UDF നേടില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതിലെ പൊരുൾ ഇവിടെ കൂട്ടി വായിക്കേണ്ടതാണ്. ഒരു തവണ കൂടി LDF ഭരണത്തിൽ വന്നാൽ UDF സംവിധാനം തകരുകയും ആ ഗ്യാപ്പിലേക്ക് BJPക്ക് കടന്നു വരാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യുമെന്ന കണക്കുകൂട്ടലിലാണ് BJPക്കുള്ളത്. ഡീൽ രാഷ്ട്രീയത്തിൽ മണ്ഡലം തിരിച്ചുള്ള ഡീൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ കരുതാം. ജീവൻ മരണ പോരാട്ടം നടത്തുമ്പോഴും UDFിൽ നിന്ന് തന്നെ ഇതിനുള്ള പാരകളും സജീവമാണ്. ആങ്ങള ചത്താലും നാത്തൂന്റെ കണ്ണീര് കണ്ടാൽ മതിയെന്ന ചിന്താഗതിയുള്ളവർ UDFിൽ ഉണ്ടെന്നത് തന്നെയാണ് UDFിന്റെ ശാപം. കപ്പിത്താനെ പോലും വെള്ളത്തിൽ മുക്കാനുള്ള നീക്കങ്ങളും തകൃതിയായി നടക്കുന്നുണ്ട്. പഞ്ചതന്ത്ര നീക്കമാണ് സതീശനെതിരെ നടക്കുന്നത്. സതീശനെ രാഷ്ട്രീയ വനവാസത്തിന് അയക്കുവാൻ പാണ്ഡവ പടയാണ് ഒരുങ്ങിയിരിക്കുന്നത്. UDFിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായ VD സതീശൻ മത്സരിക്കുന്ന പറവൂരിലും രമേശ് ചെന്നിത്തല മത്സരിക്കുന്ന ഹരിപ്പാടും LDFിൽ നിന്ന് മത്സരിക്കുന്നത് CPI സ്ഥാനാർത്ഥികളാണ്. ഹരിപ്പാട് CPI വോട്ടുകൾ UDFിന് മറിച്ചാൽ പറവൂരിൽ UDF വോട്ടുകൾ CPI സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ലഭിക്കും. LDFിലെ സിറ്റിംഗ് MLAമാരിൽ ഭൂരിപക്ഷവും അതാത് മണ്ഡലത്തിൽ തന്നെ വീണ്ടും ജനവിധി തേടുമ്പോൾ CPIയുടെ ജില്ലയിലെ സിറ്റിംഗ് MLA കൂടിയായ ടൈസൺ മാസ്റ്ററെ പറവൂരിലേക്ക് മത്സരത്തിനിറക്കിയത് ഈ ഡീൽ ഉറപ്പിച്ച ശേഷമാണെന്നാണ് രാഷ്ട്രീയ വിലയിരുത്തൽ. ഡീൽ ഇവിടെയും തീരുന്നില്ല. BJP സ്ഥാനാർത്ഥി നിർണയത്തിലും ഡീലിന്റെ മണമുണ്ട്. സതീശൻ പരാജയപ്പെടുകയും രമേശ് ചെന്നിത്തല വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും ചെയ്താൽ UDFും LDFും ഇതിന് ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. ഇവിടെയാണ് BJP സ്ഥാനാർത്ഥികളുടെ റോൾ വരുന്നത്. ഹരിപ്പാട് BJP ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വചസ്പതിയാണ് സ്ഥാനാർത്ഥി. ശക്തനായ BJP സ്ഥാനാർത്ഥി ഹരിപ്പാട് തീരദേശ മേഖലയിലെ LDF വോട്ട് പിടിച്ചു എന്ന വ്യാഖ്യാനം നൽകാനാവും. മറിച്ച് പറവൂരിൽ ഘടകകക്ഷി സ്ഥാനാർത്ഥി മത്സരിച്ചതുകൊണ്ട് NDAയുടെ വോട്ട് വിഹിതം കുറഞ്ഞത് LDFന് അനുകൂലമായി എന്ന സിദ്ധാന്തവും ഉയർത്താം. പാണ്ഡവപ്പടയിലെ അവസാന രണ്ടുപേരുടെ നീക്കം സാമുദായികപരമാണ്. സതീശനോട് എന്നും തുറന്ന യുദ്ധം നടത്തുന്ന വെള്ളാപ്പള്ളിയും K സുധാകരനും തന്നെയാണ് ഇതിനു പിന്നിൽ. സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയതിലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് നിഷേധിച്ചതിലും സതീശന്റെ കരങ്ങളാണെന്ന് പകൽ പോലെ വ്യക്തമാണ്. അതിനുള്ള തിരിച്ചടി നൽകാതെ സുധാകരന് ഉറക്കം കിട്ടുകയില്ല. വെറുതെയല്ല സതീശന് സുധാകരൻ വനവാസം വിധിച്ചത്. സതീശന്റെ പരാജയം വെള്ളാപ്പള്ളിയുടെയും അഭിമാന പ്രശ്നമാണ്. പറവൂരിലെ വിജയത്തിന് നിർണായകമായ ഈഴവ വോട്ടുകൾ സതീശന് ലഭിക്കാതെ നോക്കാനുള്ള ഉത്തരവാദിത്വമാണ് പാണ്ഡവപ്പടയിലെ ഈ രണ്ടുപേർക്കുള്ളത്. പാണ്ഡവപ്പട 5 കോണുകളിൽ നിന്ന് ആക്രമിക്കുമ്പോൾ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട അഭിമന്യുവായി മാറുമോ സതീശൻ? അതോ എല്ലാ ശത്രു നീക്കത്തെയും പരാജയപ്പെടുത്തി വിജയിച്ച് കയറുമോ എന്നാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത്.